ഒരു കാവത്ത് കുഴിച്ചിട്ടത് പറിച്ചെടുത്തതാണ്. കാവത്ത് പറിക്കാൻ കുറച്ച് കതക്കേണ്ടി വന്നുട്ടാ. അതിന്റെ ക്ഷീണം എനിക്കുണ്ട് ഇപ്പോ. നമ്മളെ കാവത്ത് ഒരെണ്ണം നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും എടുത്ത് നോക്കട്ടെ. അത്യാവശ്യം വലിപ്പമുള്ള കാവത്തേനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാവത്ത് കൃഷിക്ക് ലൈക്ക് തരാൻ മറക്കരുതേ. ഇത് നട്ടിട്ടുണ്ടാക്കാൻ വലിയ മെനക്കടൊന്നുമില്ല. നമ്മൾ കുഴിച്ചിട്ടിട്ട് കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുത്താൽ, ഒരു കയറും കെട്ടി കൊടുത്താൽ ഉയരങ്ങളിലേക്കാണ് കയറി പോകും. നല്ല ഉയരങ്ങളിലേക്ക് കയറി പോവുകയാണെങ്കിൽ ഇതേപോലെ നല്ല വിളവും കിട്ടും. ഇന്ന് നമ്മൾ കാവത്ത് കൃഷിയെ കുറിച്ചാണ് പറയുന്നത്. കാവത്ത് നടേണ്ട രീതിയും അതിന് കൊടുക്കേണ്ട വളങ്ങളും അതിന് പടർത്തേണ്ട മെത്തേഡൊക്കെയാണ് നമ്മളിന്ന് പറയുന്നത്. കാവത്ത് കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ്. കാരണം അതിനെ ഒന്ന് കുഴിയൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ചവറുകളും കരിയിലൊക്കെ ഇട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഉയരങ്ങളിലേക്ക് പടരാനൊരു കയറ് കെട്ടി കൊടുക്കണം എന്നുള്ളൊരു റിസ്ക് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ 1-2 മാസം നമ്മൾ ഇടവിട്ടിട്ട് നനച്ചു കൊടുത്താൽ, പിന്നെ മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വളങ്ങളും ചേർത്ത് കൊടുത്താൽ പിന്നെ അത് പറിച്ചെടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അത്ര ഈസി ആയിട്ട് നമുക്ക് കാവത്ത് കൃഷി ചെയ്യാം. പറിച്ചെടുത്ത കാവത്തിന് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ഞാൻ മേലെന്ന് കട്ടിതെടുക്കുന്നുണ്ട്. അതിന് മൂക്കുള്ള ഭാഗം നമ്മൾ പറയാറുള്ളത്. അത് കുഴിച്ചിട്ട് കഴിഞ്ഞാലാണ് അവിടെ നിന്നാണ് ഷൂട്ട് വരിക. ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കരുത്. ചെറിയ പീസ് കുഴിച്ചിട്ടാലും അത് അതിനും മുള വരും. പക്ഷേ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ഷൂട്ട് വരണം. കുറച്ച് വലിപ്പമുള്ള ഒരു കഷ്ണം തന്നെ നമ്മൾ മുറിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു കേട് വന്ന ഒരു പഴയ കാസറോൾ കിടന്നിരുന്നതിലാണ് ഞാനിത് കുഴിച്ചിട്ടെടുക്കുന്നത്. ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മുടെ കാവത്തിന്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ടാണ് അതിന്റെ മേലെ കൂടി കുറച്ച് മണ്ണിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് കുറേശ്ശെ വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മൾ പറിച്ചെടുത്ത കാവത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കുകയാണ്. സ്പെഷ്യൽ റെസിപ്പി ഒന്നുമല്ല കേട്ടോ, നമ്മൾ പഴയ കാലത്ത് തന്നെ അത് ഉണ്ടാക്കി കഴിച്ചിരുന്നത് തന്നെയാണ്. സാധാരണ നമ്മൾ കാവത്ത് പുഴുങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങി കഴിക്കാറാണ് പതിവ് അല്ലേ. പക്ഷേ ഇത് അതിനും കൂടെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പണിയെന്ന് മാത്രം. നുറുക്കിയ കാവത്തൊക്കെ കൂടിയിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചെടുക്കുന്നുണ്ട്. കാവത്ത് പറിച്ചെടുത്തിട്ട് അധികം വൈകാതെ തന്നെ പുഴുങ്ങുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് വെന്ത് കിട്ടും. ഇനി ഇത് പറിച്ചെടുത്തിട്ട് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുഴുങ്ങുകയാണെങ്കിൽ അതിൻ്റെ നീരെ കുറച്ച് പറ്റിയിട്ടുണ്ടാവും. മറ്റേൻ്റെ അത്ര തന്നെ ടേസ്റ്റ് കിട്ടില്ല. ഇതൊരു ഒറ്റ വിസിൽ വന്നാൽ തന്നെ കണ്ടില്ലേ അലിഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ട് പറിച്ചിട്ട് അപ്പോഴെ തന്നെ പുഴുങ്ങി കഴിക്കുന്ന ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ആ കാവത്തിനുണ്ടാവില്ല കേട്ടാ. കാരണം അത് കടയിൽ എത്തിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മളിത് വാങ്ങുക. ഇനി ഇത് എടുത്തുനിന്ന് നല്ല വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതേപോലെ നന്നായി ഉടഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ തേങ്ങാപ്പാലും കൂടി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം പോലെ ആക്കി ഒഴിക്കരുത്. കുറച്ച് കട്ടിയിൽ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കണം. അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുത്താൽ മതി. ഇത് നന്നായി മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഞങ്ങൾ രാത്രി ഭക്ഷണത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടയ്ക്കും നമുക്ക് രാത്രി ഇതേപോലെ ഭക്ഷണത്തിന് ഒരു ചപ്പാത്തിക്ക് പകരമൊക്കെ ആയിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാം കേട്ടാ. എന്ത് കഴിച്ചാലും ഷുഗറും കൂടും പ്രഷറും കൂടും എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ നമ്മളൊന്നും കഴിക്കലുണ്ടാവില്ല. കാവത്ത് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണേ. നടാൻ വേണ്ടി നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരുന്ന കാവത്തിന് വള്ളിയൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് നടേണ്ട സമയമായിട്ടുണ്ട്. അതിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ നോക്കാം. കണ്ടില്ലേ, നല്ല വള്ളിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് കയറ് കെട്ടിക്കൊടുത്ത് ഇതൊരു കുഴിയൊക്കെ കുത്തിയിട്ട് ഞാൻ അതിൽ വെച്ച് കൊടുത്തിട്ട് വളമൊക്കെ ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിൽ നട്ടു കൊടുക്കാം. ഇതിന്റെ വേര് വന്ന് നോക്കി വെക്കാം നമുക്ക്. കണ്ടില്ലേ, നമ്മള് കാവത്തിന് നല്ലോണം ധാരാളം വേരുകൾ വന്നിട്ടുണ്ട്. ഇനി നട്ടു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് വളം ചേർത്ത് കൊടുത്താൽ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു കിട്ടും. കാരണം അത് വെച്ച ഉടനെ തന്നെ ആകുമ്പോൾ നല്ല വളം കിട്ടിയിട്ടില്ലെങ്കിൽ അത് വാടിപ്പോവും. ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നുമില്ല. നല്ല വേരുകളൊക്കെ വന്നോണ്ട് തന്നെ ആ വളമൊക്കെ നല്ല വലിച്ചെടുക്കാനുള്ള ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി ഇതിനൊരു കുഴിയൊക്കെ കുത്തിയിട്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അതിൽ ചപ്പും ചവറൊക്കെ വെച്ച് നിറച്ചിട്ടുണ്ട്. അതിൽ നട്ടു കൊടുക്കാൻ പോവാണ്.
കുഴിയൊക്കെ ഒഴിവുള്ള സമയത്ത് നോക്കിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അതിൽ കുറേ കരിയിലൊക്കെ ഇട്ട് നിറച്ച് വെച്ചിരുന്നതാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഉണങ്ങിയ പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റുഭാഗത്തിൽ കുറച്ച് മണ്ണൊക്കെ ഇറക്കി കൊടുത്താൽ ഒന്നും കൂടി നല്ല ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഞാനൊന്നുകൂടി നനച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് രണ്ട് കുഴികളൊക്കെ കുത്തിയിട്ടാലും നമുക്കത് കുഴിച്ചിടുന്ന സമയത്ത് വലിയ റിസ്ക് ഇല്ലാതെ തന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം ഈ വേനൽക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പല സ്ഥലങ്ങളിലായിട്ട് നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് ചേമ്പിനും കാവത്തിനും ഒക്കെ കുഴി കുത്തേണ്ടതുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇടയ്ക്ക് ചേനയ്ക്കും ഒരു കുഴി ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയൊക്കെ കുഴി കുത്തിയിട്ടാൽ വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഞാൻ സാധാരണ ഈ പറമ്പിൽ നനയ്ക്കുന്ന സമയത്ത് എവിടെയാണോ കുഴി വേണ്ടത് ആ ഭാഗത്തൊന്ന് നനച്ചിടാറാണ് പതിവ്. പിന്നെ നമുക്ക് കുറച്ച് 2 കൈക്കോട്ട് മണ്ണെടുത്തതിന് ശേഷം പിന്നെ നനയ്ക്കുമ്പോൾ ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ടാൽ ആ കുഴിയിൽ കുറച്ച് വെള്ളം തങ്ങി നിൽക്കും. അപ്പോൾ കുഴി കുത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. അങ്ങനെ ആഴത്തിലുള്ള കുഴിയൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസ്ക്കും നമ്മൾ അറിയേണ്ടി വരില്ല. നമ്മുടെ കുഴിയുടെ സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാവത്തിനെ ആ തൈയിനെ അതിൽ നട്ടു കൊടുക്കാം. കുഴിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ ഉള്ളിൽ വിതറി കൊടുക്കണം. നടുന്നതിന് മുന്നായിട്ട് കുറച്ച് ചാണകപ്പൊടി വിതറി കൊടുത്തിട്ട് അത് നട്ടു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ കുറച്ച് പുറം ഭാഗത്തും കൂടി വിതറി കൊടുത്ത് കുറച്ച് മണ്ണ് കൂടി ഇട്ട് കൊടുത്താൽ ആ അതിൽ കിടക്കുന്ന കരിയിലൊക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് ദ്രവിച്ച് വളാവുകയും ചെയ്യും. ഇത് നന്നായി വലിച്ചെടുക്കാനുള്ളൊരു രീതിയിലായി കിട്ടുകയും ചെയ്യും. ഈ വേര് കണ്ടില്ലേ, ഈ വേരിന്റെ വലിപ്പം കണ്ടാൽ അറിയാം അതിന്റെ ആരോഗ്യം. ചെറിയ നാര് പോലത്തെ വേരൊന്നല്ല, അത്യാവശ്യം വലിയ പീസ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര നല്ല ആരോഗ്യത്തോടെ വേര് വന്നിട്ടുള്ളത്. അപ്പൊ കുഴിച്ചിടുന്ന സമയത്ത് നമ്മൾ മൂക്ക് മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഒരു വലിപ്പമുള്ള പീസാണ് മുറിച്ചെടുക്കാൻ. ഇനി അത് മുള വന്നതിന്റെ പ്രത്യേകത കണ്ടാ, ഇത്ര നീളത്തിൽ വളർന്നിട്ടും അതിനൊരു ഇല പോലും വിരിഞ്ഞിട്ടില്ല. നല്ല ആരോഗ്യമുള്ള മുള വരുമ്പോൾ ഇതുപോലെയാണ്. ഇനി കുറച്ചും കൂടി ഉയരത്തിലേക്ക് പടർന്നാൽ മാത്രമേ അതിന് ഇലകൾ വന്നു തുടങ്ങുള്ളൂ. നേരെ മറിച്ച് ചെറിയ കായ്കൾ വീണിട്ട് മുളയ്ക്കുന്നതിന് പെട്ടെന്ന് ഇലകളും വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിന്റെ വേര് 4 ഭാഗത്തേക്കാണ് പടർന്ന് പോയിക്കോളും. ഇനി ഇതൊക്കെ ഒന്ന് മണ്ണിട്ട് മൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളമായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ കാവത്ത് തൈക്ക് നല്ല വളർച്ച കിട്ടുകയും ചെയ്യും. നട്ട് കഴിഞ്ഞിട്ട് അതിന് മേലെ കുറച്ച് ചാണകപ്പൊടി കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഈ കരിയിലൊക്കെ പെട്ടെന്ന് ദ്രവിച്ചു പോകാൻ വേണ്ടി അതിലേക്ക് കൂടി കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അതിന്റെ മേലേക്ക് കുറച്ചും കൂടി മണ്ണ് നമുക്ക് നേറ്റി കൊടുക്കണം. കരിയിലയുടെ മേലെ പെട്ടെന്ന് അത് ഡീകമ്പോസ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി വിതറി കൊടുത്താൽ മതി. പെട്ടെന്ന് ഇന്നത് ചീഞ്ഞ് പോയിക്കോളും. ഒരു വെള്ളത്തിന്റെ നനവ് എപ്പോഴും അതിന് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാവത്തിനെടുത്ത കുഴി അത്യാവശ്യം നല്ല വീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് ചുറ്റുഭാഗത്ത് നല്ല സ്പേസും ഉണ്ട്. പിന്നെ പോരാത്തതിന് നമ്മൾ കുറച്ച് വളമൊക്കെ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗം ഞാൻ കുറച്ച് പയർ വിതറി കൊടുത്താലെന്ന് ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ പയർ വിതയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ മണ്ണിൽ നൈട്രജന്റെ അളവ് കൂടുകയും ചെയ്യും. പിന്നെ 2-3 മാസം കൊണ്ട് അതിന് വിളവെടുപ്പും കഴിയുമല്ലോ. ഇനി ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഒരു ആഴ്ചയിൽ 1-2 തവണ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേഗം ഇത് നശിച്ചിട്ട് ഒന്ന് താഴത്ത് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിന് കുറേശ്ശും കൂടി മണ്ണും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇത് ഏകദേശം പടരാനുള്ള പ്രായത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു സപ്പോർട്ട് കെട്ടി കൊടുക്കുകയാണ്. നമ്മുടെ മാവിൻ്റെ മേലേക്കാണ് നമ്മൾ കയറ്റി കൊടുക്കാൻ പോണത്. ഒരു ചൂടിക്കയർ എടുത്തിട്ടുള്ളത് ഞാൻ അതൊരു വടിയുമ്മ കെട്ടി നമ്മൾ ഈ വടി ആ മാവുമ്മേലേക്ക് എറിയാ വിചാരിച്ചിട്ടാണ്. ഞാൻ തോട്ടിൽ നിന്ന് കിട്ടാത്ത സമയത്ത് ഇതേപോലെ വടി കൊണ്ട് എറിഞ്ഞിട്ട് തന്നെയാണ് മാങ്ങ പൊട്ടിക്കാറുള്ളത് കേട്ടാ. ആരോടും പറയണ്ട. നമ്മുടെ വടി സക്സസ് ആയിട്ട് അവിടെ തങ്ങിയിട്ടുണ്ട്. ഇനി അതൊന്ന് താഴത്തേക്ക് വലിച്ചൊരു കഷ്ണം കല്ലിൽ കെട്ടിയിടാം. മാങ്ങ എറിഞ്ഞ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വടി കാണാതെ കിട്ടിയതൊരു ടൈലിൻ്റെ നീളമുള്ള കഷ്ണമാണ്. അത് എറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈ നീളത്തിലാണ് പൊളിഞ്ഞും പോയി. വലത്തെ കയ്യിൽ ചൂണ്ടുവിരൽ വരെ നീളമുള്ളൊരു മുറിവ്. ഈ ഒരു ഇഷ്ടിക വെയിറ്റ് വെച്ചിട്ട് ഞാനിതിൻ്റെ കടലിൽ വെച്ച് കെട്ടി കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിങ്ങനെ പിണച്ച് കൊടുത്താൽ അത് അങ്ങോട്ട് മേലെ കയറിയാൽ പടർന്ന് പോയിക്കോളും.
കാവത്തിനുള്ള ഒരു മെനക്കെട് ഇത്രേ ഉള്ളൂ. ഇനി വല്ലപ്പോഴും നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ കയറി പടർന്നു പോയിക്കോളും. പിന്നെ മഴക്കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയതൊന്ന് വിളവെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എല്ലാവരും കാവത്ത് കൃഷിയൊക്കെ ചെയ്യാനും ഒന്ന് ശ്രമിച്ചു വെക്കുക. ഇനി വിത്തൊന്നും കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു കാവത്തിന്റെ ഒരു പീസൊക്കെ കുഴിച്ചിട്ടാലും അത് ഏത് ഭാഗം കുഴിച്ചിട്ടാലും സാധാരണ വരാറുണ്ട്. അതിൽ ഏറ്റവും നല്ല ആ ടോപ്പിലുള്ള മൂക്ക് വരുന്ന ഭാഗം, മുള വരുന്ന ഭാഗം കട്ട് ചെയ്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത്.